കാലം തെറ്റിയുള്ള മഴയും ഇടിയും കാറ്റൊക്കെയാണല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതാ ഒരു നല്ല മഴയുള്ളൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വതി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ്. എപ്പോഴും വരുമ്പോൾ ഇതേ സെയിം ഡയലോഗ് തന്നെ പറഞ്ഞു പോകുന്നല്ലേ. എന്തോ ചില തിരക്കുകൾക്കിടയിൽ പെട്ട് പോയതുകൊണ്ട് നമുക്ക് ചിലതൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളെ ഈ വീഡിയോയിലേക്ക് എങ്ങനെ തിരിയാനായിട്ട് എഡിറ്റിങ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇപ്പം എന്തോ ഫോൺ അങ്ങനെ എടുക്കാനോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സമയം ഇതായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്തുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാനും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ചായയും കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങിയിട്ടോ. പിന്നെ ഇതാ നമ്മൾ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിരുന്നു. ദോശയൊക്കെ ഉണ്ടാക്കി. ഇച്ചു ബേബി ഇതുവരെ നീച്ചിട്ടില്ല കേട്ടോ. സമയം 7:45 ആയിട്ടുണ്ട്. അപ്പോൾ അതാ അവനെ പോയി നീപ്പിച്ച് കുറച്ച് എഴുതാനും കളർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് അമ്പുടുക്കുട്ടൻ എന്തായാലും രാവിലെ നേരത്തെ നീച്ച് ആശൻ ചായയൊക്കെ കുടിച്ച് കാർട്ടൂണും കണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞിനെ എഴുതാനിരുത്തിയിട്ട് അവൻ ഒറ്റയ്ക്ക് ചെയ്തോളും കേട്ടോ. വല്ലാതെ ഞാൻ ഫോഴ്സ് ചെയ്യാൻ പോവാറില്ല. ഒറ്റയ്ക്കാകുമ്പോൾ അവൻ അങ്ങനെ ഇരുന്ന് ചെയ്തോളും. പഠിപ്പിച്ചു കൊടുക്കാനുള്ളപ്പോൾ മാത്രമേ ഞാൻ അടുത്തിരിക്കാറുള്ളൂ. നമ്മൾ രാത്രിയൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾക്ക് രണ്ടാക്കും കൊണ്ടുപോകാനുള്ള ലഞ്ചും ടിഫിനും ഒക്കെ പാക്ക് ചെയ്ത് അടുക്കള വൃത്തിയാക്കി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നും നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കള ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിടാമെന്ന് കരുതി. ഇന്നെന്തോ ഒരു വഴുവഴുപ്പ് പോലെ കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് എന്നും തുടച്ചിട്ടിട്ടൊന്നല്ല പോവാറ്. ഇന്നെന്തോ ഒരു വഴുവഴുപ്പ് പോലെ കാലൊക്കെ വഴുക്കി പോവും. അപ്പോൾ പിന്നെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി. അപ്പോൾ അതെല്ലാം അടിച്ച് വാരി നന്നായിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെള്ളവും കൊണ്ടുവച്ച് കുറച്ച് തുടയ്ക്കുന്ന മരുന്നും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ തുടക്കണം. ഈച്ചൻ്റെ ശല്യം ഇപ്പോൾ വല്ലാതെ ഉണ്ട്. എന്താണെന്നറിയില്ല കാരണം. അപ്പോൾ അതാ സിങ്കും കഴുകി സമയം നോക്കുന്നില്ല കേട്ടോ. ഞാനിതൊന്നും ചെയ്യുമ്പോൾ ലാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പറയാൻ വയ്യ. തുടക്കലും കഴിഞ്ഞ് നോക്കിയപ്പോൾ സമയം 8:50 നമ്മൾ ഇച്ചുമോൻ്റെ ബസ് വരും കേട്ടോ. അവന് രാവിലെ എന്തായാലും ചായയൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തതുകൊണ്ട് എനിക്കൊരു സമാധാനം. ഇത് ആൾ ചായ കുടിച്ചോളൂ. ഇന്നലെ ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇന്ന് എന്തായാലും അവനൊന്നും വേണ്ട എന്നുള്ള മട്ടത്തിലാണ് ഇരിക്കുന്നത്. ചായൻ്റെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചപ്പോൾ ചേട്ടനും അനിയനും കൂടെ പല്ലിപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ഇച്ചുവിന് പിന്നെ യൂണിഫോം നല്ല ചൂടോടെ എടുത്തിടണം കേട്ടോ. അതായത് നമുക്ക് അവന് ഇടണ നേരത്ത് അയൺ ചെയ്ത് കൊടുക്കണം. അതാണ് അവൻ്റെ സ്വഭാവം. അല്ലാതെ നമ്മൾ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അയൺ ബോക്സിൻ്റെ ഹീറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് തേക്കുക കേട്ടോ. കാരണം ബേനിയ മെറ്റീരിയൽ ആയതുകൊണ്ട് ചിലപ്പോൾ തുണി കയറി പിടിച്ചാലോ എന്ന് എഴുതിയിട്ട് ഞാൻ അതൊക്കെ നല്ലപോലെ ഇതാക്കി. പിന്നെ നമ്മൾ യൂണിഫോം ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അവൻ ഞാൻ സ്നാക്സിന് എന്താ വെച്ചത് പോയി നോക്കുകയാണ്. അപ്പോൾ അവനിന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ദോശയും നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്, തേങ്ങ അരച്ചപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഫോണിൽ നോക്കി എന്തൊക്കെയോ കൊപ്രായം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മുടിയൊക്കെ ചീവി ചന്ദനം പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം. എൻ്റെ കുട്ടന് ഇഷ്ടമല്ല കേട്ടോ. കണ്ടോ ഒരു പൗഡർ ഇട്ട് കൊടുക്കണം. എൻ്റെ യുദ്ധമാണ്. എന്തൊക്കെ കാണിക്കണം എന്നറിയാം. അവനെ വാച്ചെട്ടി കൊടുക്കാൻ വാച്ചെടുത്ത് വെച്ചിട്ടോ മറന്നുപോയി. സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനതങ്ങനെ ഓർക്കണത്. പിന്നെ അവന് കുപ്പിയിലുള്ള വെള്ളവും ആക്കി. നല്ല ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ കുപ്പിയൊക്കെ പൊട്ടിച്ച് ഇനിയിപ്പോൾ വേറെ കുപ്പി വാങ്ങി കൊടുക്കണം. അതിനുള്ള സ്നാക്സും പ്ലേറ്റും കറിയൊക്കെ പോകണ്ടോന്നൊന്ന് ചെക്ക് ചെയ്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. രാവിലത്തെ കുളി ചടപടേന്നുള്ള കുളി കേട്ടോ. വൈകുന്നേരം വന്നിട്ട് നല്ലോണം കുളിക്കും. ഇന്നെന്തോ കുളിച്ച് വന്ന് നാകെ നേരം വൈകിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം 9 മണിയാവാനായിട്ടുണ്ട്. ഇച്ചുവിനെ വിടാനായിട്ടുണ്ട്. അപ്പോൾ ഞാനതും പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് കുഞ്ഞിനെ വിടാമെന്ന് കരുതി. അവന് പാല് വേണ്ട ചായ മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവനുള്ള ചായയും കൂടെ വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ തുടച്ചിട്ട് ഉണങ്ങിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഉണങ്ങിയ തുണിയും കൂടെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ കുഞ്ഞൂസ് വീഴും ചിലപ്പോൾ അടുക്കളയ്ക്ക് പോകുമ്പോൾ. ഞാനും കൂടെ ഇല്ലാത്തതല്ലേ. അപ്പോൾ പിന്നെ ചിലപ്പോൾ അമ്മ ശ്രദ്ധിക്കാതെ വീണ് കഴിഞ്ഞാൽ അതും നമുക്കൊരു പണിയും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇച്ചുമോനെ പറഞ്ഞു വിടുക കേട്ടോ.